ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം ഇന്ന് ആത്മീയ ഭോജ്യത്തിൽ വിചിന്തനം ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ചിലരുടെ കാര്യത്തിൽ നമ്മൾ സമ്മതിക്കേണ്ടി വരും. പുറമെ ഭക്തർ, എന്നാൽ അകമേ ശപ്തർ. ശപ്തർ എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ടവർ. ഏതാണ്ട് ആ ഒരു രീതിയിൽ ജീവിക്കുന്ന വ്യക്തികൾ, കാപഠ്യത്തിൽ കഴിയുന്നവർ. ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഒരിക്കൽ ഭാര്യ, ഭർത്താവ് ശുശ്രൂഷകനാണ്, കരിസ്മയിലൊക്കെ ശുശ്രൂഷയ്ക്ക് വരുന്ന വ്യക്തി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം, നിങ്ങൾ ആ മനുഷ്യനെ വലിയ കാര്യമായിട്ട് കാണുന്നുണ്ടെന്നും പ്രശംസിക്കുന്നുണ്ടെന്നും ഒക്കെ എനിക്കറിയാം. ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ചിലപ്പം അവിടെ വരുന്ന സമയത്താണേലും പുള്ളിയുടെ പെട്ടി പരിശോധിച്ചാൽ ചിലപ്പോൾ അതിനകത്ത് കുപ്പിയും കണ്ടെന്ന് വരും. ശുശ്രൂഷയും കാര്യങ്ങളെല്ലാം ഒരു വശം നടക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ആ ശുശ്രൂഷയുമായി ചേർന്ന് പോകാത്ത ചില കാര്യങ്ങൾ, വീട്ടിൽ അവർ ഒന്നിച്ച് താമസിക്കുന്നതുകൊണ്ട് അവർക്ക് വളരെ എളുപ്പത്തിൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനത്തെ കപടത വേണമെങ്കിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. പല മനുഷ്യരെ നമുക്ക് കബളിപ്പിക്കാൻ പറ്റിയേക്കാം, പക്ഷെ ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റില്ല. വേറൊരു സംഭവം ഒരു ചെറുപ്പക്കാരൻ സൂചിപ്പിച്ചതാണ്. എനിക്ക് ഈ കരിസ്മാറ്റിക്കാരോടെല്ലാം വെറുപ്പാന്നാണ് പുള്ളി പറഞ്ഞത്. എന്താ മോനെ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? അപ്പോഴാണ് അവൻ പറഞ്ഞത്, ഞാനൊരു കാര്യം പറയാം, എന്നിട്ട് അച്ഛൻ പറ ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടോന്ന്. എൻ്റെ അപ്പനും അമ്മയും ശുശ്രൂഷകരാണ്, പ്രയർ ഗ്രൂപ്പ് ലീഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവരിത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് അവർക്ക് പരസ്പരമുള്ള ആ ഒരു പെരുമാറ്റം, അവർക്ക് പരസ്പരം ഒന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ, ചെറിയ ചെറിയ കാര്യത്തിന് പോലും വേണമെങ്കിൽ വഴക്കുണ്ടാക്കുകയും വാശി പിടിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഇവരാണ് ശുശ്രൂഷകർ? അതാണ് ചോദിച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ഒബ്സർവ് ചെയ്താൽ, അവരുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത് അവർക്ക് ഉതപ്പിന് കാരണമാകും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. യഥാർത്ഥ ഭക്തി എന്താണ്? ശരിക്കും നമ്മൾ ശുശ്രൂഷകരാകുന്നത് എപ്പോഴാണ്? ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രസാദിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്നത് എപ്പോഴാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ഗൗരവപൂർവ്വം എടുക്കണം. ആദ്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, കപട ഭക്തരെ കർത്താവ് വിമർശിച്ചു. ശരിയായ ഭക്തരെ കർത്താവ് പ്രശംസിച്ചേ ഉള്ളൂ. കപട ഭക്തരെ യേശു പോലും വിമർശിക്കുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മർക്കോസ് 12-ാം അധ്യായം 38 മുതൽ വായിക്കുമ്പോൾ വചനഭാഗമാണ്. അവിടെ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് കർത്താവ് പറഞ്ഞൊരു കാര്യം. നിയമജ്ഞരെ, ഫരിസേയരെ, അവർ കാണിക്കുന്ന കപടഭക്തി അത് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് കർത്താവ് സൂചിപ്പിക്കുകയുണ്ടായി. ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. നീണ്ട മേലങ്കി അവരിഷ്ടപ്പെടുന്നു, പൊതുവേദിയിൽ അഭിവാദനം അവരിഷ്ടപ്പെടുന്നു, സിനഗോഗിൽ മുഖ്യസ്ഥാനം അവരിഷ്ടപ്പെടുന്നു, വിരുന്നിൽ അഗ്രാസനം അവർക്ക് ആവശ്യമാണ്, ഇഷ്ടമാണ്, ദീർഘനേരം അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ചൂഷണം അതോടൊപ്പം അവർ നടത്തുകയും ചെയ്യുന്നു. ഇതാണ് കപട ഭക്തി. ഇത് കർത്താവ് ഒരിക്കലും അംഗീകരിക്കുന്നില്ല, സാധൂകരിക്കുന്നില്ല എന്നുള്ളത് ഈ വചനഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മത്തായി 6-ാം അധ്യായം ആദ്യ വചനങ്ങളെല്ലാം 3 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു കാണിക്കുന്നുണ്ട്. പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഈ വചനഭാഗം പ്രത്യേകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണേലും, ഉപവാസം നോക്കുമ്പോഴാണേലും, ദാനധർമ്മം ചെയ്യുമ്പോഴാണേലും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവരെ അനുകരിക്കരുത് എന്നാണ് കർത്താവ് സൂചിപ്പിച്ചത്. ഒന്ന്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തേക്കരുത്. നമ്മൾ അതിനുവേണ്ടിയാണോ, ശുദ്ധ നിയോഗത്തോടു കൂടിയാണോ? ദൈവത്തിനറിയാം. നമ്മുടെ ഉള്ളറിയുന്ന ദൈവം, നമുക്ക് നമ്മുടെ ചിന്തകൾ പോലും മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തെ കബളിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. പ്രശംസ കിട്ടാൻ ഭിക്ഷ കൊടുത്തവരെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്ന കാണാൻ പറ്റും. അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. അപ്പോൾ മറ്റുള്ളവരുടെ പ്രശംസ നമുക്ക് കിട്ടിയെന്ന് വരില്ല, പക്ഷെ ദൈവം തക്ക പ്രതിഫലം നമുക്ക് തരും. ഷോ കാണിക്കാൻ വേണ്ടി ഇതിലൊന്നും ചെയ്തേക്കരുത് എന്നുള്ളതും ഈ അധ്യായത്തിൻ്റെ കാതലായ ഒരു സന്ദേശമാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, ഒരു കാണണം എന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. ചിലർക്ക് അവരത് കാണണം, തക്കതായ ഒരു അംഗീകാരം അതിന് അവർ നൽകണം. ഇങ്ങനെയുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി പോകുന്ന വ്യക്തികളെ കാണാൻ പറ്റും. അന്യരെ കാണിക്കാൻ വേണ്ടിയുള്ള ഉപവാസം, അതുമായി ബന്ധപ്പെടുത്തി അവർ ചെയ്യുന്ന മുഖം വികൃതമാക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറ്റപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് യേശു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നിന്നെല്ലാം ചില ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നതും ദൈവം പ്രശംസിക്കുന്നതും യഥാർത്ഥ ഭക്തിയാണ്, കപടഭക്തി അല്ല. നമ്മുടെ ഭക്തി യഥാർത്ഥ ഭക്തിയാക്കി മാറ്റണം. ലൂക്ക 12-ാം അധ്യായം 1-ാമത്തെ വചനമെടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഫരിസേയരുടെ കാപഠ്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മളാണേലും കാപഠ്യത്തിൽ ജീവിച്ചാൽ അത് ദൈവം അംഗീകരിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സങ്കീർത്തനം 119, 113-ാമത്തെ വചനമെടുത്താലോ അവിടെ പറഞ്ഞിരിക്കുന്നത്, കപടഹൃദയം കർത്താവ് വെറുക്കുന്നു. ഈ കാപഠ്യം പൂർണ്ണമായിട്ട് നമ്മളിൽ നിന്നും തുടച്ചു മാറ്റണം എന്നുള്ള ആഹ്വാനമാണ് ഇവിടെ നമുക്ക് ലഭിക്കുക. ഭക്തിയുടെ ബാഹ്യരൂപം മാത്രമേ ഉള്ളെങ്കിൽ അത് കർത്താവ് പൊളിച്ചടുക്കും എന്നുള്ളതാണ് മറ്റു ചില വചനങ്ങൾ കൂടി എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യം.
ഗലാത്യർ 6:7 മുതൽ വായിച്ചാൽ ദൈവത്തെ കബളിപ്പിക്കാൻ ആർക്കും പറ്റില്ല. ഭക്തിയുടെ ബാഹ്യരൂപമേ ഉള്ളൂ. ആന്തരിക ചൈതന്യം നമ്മൾ അത് സൂക്ഷിക്കുന്നില്ല എങ്കിൽ ദൈവം അത് അംഗീകരിക്കുന്നില്ല. മത്തായി 23:23 കപടനാട്യക്കാരായ നിയമജ്ഞരെ പരിസരെ നിങ്ങൾക്ക് ദുരിതം. അവരുടെ മുഖത്ത് നോക്കി കർത്താവ് സൂചിപ്പിച്ച ഒരു കാര്യമാണ്. 2 തീമോത്തി 3:5 വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് ആന്തരിക ചൈതന്യത്തെ അവർ നിഷേധിക്കുന്നു. അത് ദൈവത്തിന് സ്വീകാര്യമല്ല, പ്രീതികരമല്ല എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ദൈവം വിലമതിക്കുന്ന യഥാർത്ഥ ഭക്തി ഏതാണ്? അങ്ങനെയുള്ളവർ ഒരിക്കലും ശബ്ദരാകില്ല, ശപിക്കപ്പെട്ടവരാകത്തില്ല, അനുഗ്രഹീതരായിരിക്കും. സുഭാഷിതങ്ങൾ 8:13 വചനം പറയുന്നുണ്ട്, ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. പാപം വെറുക്കുന്നതാണ് ഏറ്റവും വലിയ ഭക്തി. അവിടെ ഏതാനും ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അഹംഭാവം, ഗർവ്, ദുർമാർഗം, ദുർവചനം. 4 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്ന ഇവ വെറുക്കുന്നവരാണ് യഥാർത്ഥ ഭക്തരെന്ന്. 2 ദിനവൃത്താന്തം 16:9 വായിച്ചാൽ അവർ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന് മുമ്പാകെ പരിശുദ്ധരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുന്നവരുടെ മേൽ ദൈവം തൻ്റെ ശക്തി പ്രകടമാക്കും. കാപഠ്യത്തിൽ കഴിയുന്നവരുടെ മുമ്പിലല്ല, അവരല്ല അത്ഭുതം കാണാൻ പോവുക. നിഷ്കളങ്കരും പരിശുദ്ധരുമായവര് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കും. ജോബ് 2:9 വായിക്കുമ്പോൾ മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയാലും ഇളകാതിരിക്കുന്ന ഒരു ഭക്തി. ജോബിനെ സ്വന്തം ഭാര്യ പോലും കുറ്റപ്പെടുത്തുന്ന ഒരു രംഗം കാണാൻ സാധിക്കും. അവിടെയും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ഭക്തിയിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന് വ്യതിചലിക്കാതിരുന്ന ഒരു വ്യക്തിയാണ് ജോബ്. ഇങ്ങനെയുള്ള തഴമ്പുള്ള ഭക്തി അതാണ് നമുക്ക് വേണ്ടത്. നമുക്കതിന് ആഗ്രഹിക്കുകയും അതിന് തീരുമാനമെടുക്കുകയും ചെയ്യാം. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒരുമിച്ച് വരാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.